ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധർമ്മസ്ഥലയിലേക്കാണ്. ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ അത് ദിവസങ്ങളായി ന്യൂസ് 18 പിന്തുടരുന്നതാണ്. ഇപ്പോൾ അവിടെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഒരു നിർണായക നീക്കം ഉണ്ടായിട്ടുണ്ട്. ആരോപണ വിധേയനായ വ്യക്തിയുടെ കന്യാടിയിലെ തോട്ടത്തിൽ പരിശോധനയുണ്ട്. നേരത്തെ മാർക്ക് ചെയ്യാത്ത ഇടമാണ് ഇത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതിനിടയിൽ ധർമ്മസ്ഥലയിൽ നിന്നും കാണാതായ MBBS വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ കന്നഡയിലെ ഒരു പ്രമുഖ ചാനൽ രംഗത്തെത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ഇതിനെതിരെ പ്രതികരണവുമായി സുജാത ഭട്ടും രംഗത്തുണ്ട്. സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ വ്യാജ വാർത്ത നൽകിയതിന് ഇതേ ചാനലിനെതിരെ ധർമ്മസ്ഥല പോലീസ് കേസെടുത്തിരുന്നു. ಸುಜಾತ ಭಟ್ ಸುವರ್ಣ ನ್ಯೂಸ್ ಚಾನೆಲ್ನವರು ಸುಜಾತ ಭಟ್ ಕಾಣೆಯಾಗಿದ್ದಾರೆ, ಸುಜಾತ ಭಟ್ ಇಲ್ಲ ಅಂತ ಹೇಳುವಂತಹ ಒಂದು ನ್ಯೂಸ್ ವರದಿಯನ್ನ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ದಯವಿಟ್ಟು ಸುಜಾತ ಭಟ್ ಎಲ್ಲೂ ಹೋಗ್ಲಿಲ್ಲ, ಇಲ್ಲೇ ಇದ್ದಾರೆ. ಎಲ್ಲಿ ಇರಬೇಕಾಗಿರುವ ಜಾಗದಲ್ಲಿ ಅಲ್ಲಿದ್ದಾರೆ. ಇವರಿಗೆ ಬೇರೆ ಏನು ಕೆಲಸ ಇಲ್ಲ. ಸುಜಾತ ಭಟ್ ಕಾಣೆಯಾಗಿದ್ದಾರೆ ಅನ್ನುವಂಥದ್ದನ್ನ ಹೇಳ್ಕೊಂಡು ನ್ಯೂಸ್ ಚಾನೆಲ್ ಅಲ್ಲಿ ಎಲ್ಲಾ ಸ್ಯಾಟಲೈಟ್ ಚಾನೆಲ್ನವರು ಇದು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ದಯವಿಟ್ಟು ನಾನು ಕೇಳ್ತಾ ಇರೋದು ನನ್ನ ಮಗಳ ಅಸ್ಥಿ ಪಂಜರ ಅಷ್ಟೇ. ಸಿಕ್ಕಿದ್ರೆ ಕೊಡಿ, DNA ಮ್ಯಾಚ್ ಆದ್ರೆ ನನ್ನ ಮಗಳ ಅಸ್ಥಿ ಪಂಜರ ಕೊಟ್ರೆ ನಾನು ಅದನ್ನ ಹಿಂದೂ ಸಂಪ್ರದಾಯದ ಪ್ರಕಾರ, ಸನಾತನ ಹಿಂದೂ ಸಾಂಪ್ರದಾಯಿಕ ಪ್ರಕಾರ ನಾನು ಮಾಡಬೇಕು ಅನ್ನುವಂತ ಒಂದು ಇದರಲ್ಲಿ ಇದ್ದೇನೆ. ಅದಷ್ಟು ಬಿಟ್ಟು ನಾನು ಬೇರೆ ಏನು ನಾನು ಯಾವುದನ್ನು ಕೇಳಲಿಲ್ಲ. ಇವರಿಗೆ ಏನಕ್ಕೆ ಎಷ್ಟು ದುಡ್ಡುಗಳನ್ನು ಇವರು ಎಷ್ಟು ಈ ರೀತಿ ಸುಳ್ಳು ಹೇಳ್ಕೊಂಡು ಈ ರೀತಿ ಇದು ಮಾಡಿಕೊಂಡು ಮನುಷ್ಯ ಒಂದು ಇದನ್ನ ಬೇರೆ ಇದಕ್ಕೆ ಇದು ಮಾಡಬೇಕು, ಕನ್ವರ್ಟ್ ಮಾಡಬೇಕು ಜನರ ಮೈಂಡ್ ಅನ್ನ ಅನ್ನುವಂಥದ್ದನ್ನ ಇವರು ಈ ರೀತಿ ಸುಳ್ಳುಗಳನ್ನು ಹೇಳಿಕೊಂಡು ಚಾನೆಲ್ಗಳಲ್ಲಿ ಈ ರೀತಿ ಅಪಪ್ರಚಾರ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ದಯವಿಟ್ಟು ನಾನು ಎಲ್ಲೂ ಹೋಗ್ಲಿಲ್ಲ, ನಾನು ಇಲ್ಲೇ ಇದ್ದೀನಿ. ನನ್ನ ಮಗಳ ಅಸ್ಥಿ ಸಿಕ್ಕಿದ್ರೆ ನಾನು ಯಾರ ಜೊತೆಗೆ ಇರಬೇಕು, ಎಲ್ಲಿ ಇರಬೇಕು, ನಾನು ಅಲ್ಲಿ ಇದ್ದೀನಿ. ಇವ್ರು ಹುಡುಕಾಡುವಂತ ವ್ಯವಸ್ಥೆನೂ ಮಾಡೋದು ಬೇಡ ದಯವಿಟ್ಟು. KB ബൈജു കൂടുതൽ വിവരങ്ങൾ നൽകും. ബൈജു, എനിക്ക് അത്ര വ്യക്തമായില്ല സുജാത ഭട്ട് പറഞ്ഞത്, കാരണം കന്നഡയിലാണ്. എന്താണ് അവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്? എന്താണ് ഈ ചാനലിൽ വന്ന വാർത്ത? എങ്ങനെയാണ്, എന്താണ് ആ വ്യാജ വാർത്ത? എന്താണ് സുജാത ഭട്ട് അതിനുള്ള മറുപടി നൽകിയത്? എൽദോ, ഒരു അമ്മയുടെ 23 വർഷത്തെ കാത്തിരിപ്പാണ്. ആ അമ്മയുടെ മകൾ നഷ്ടപ്പെട്ടു, അവരുടെ ഒരു അസ്ഥിയെങ്കിലും തരൂ, അന്ത്യകർമ്മം തരാൻ എന്നാണ് അവർ ആവർത്തിച്ചിപ്പോഴും വ്യക്തമാക്കുന്നത്. ആ അമ്മയെക്കുറിച്ചാണ് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഈ ചാനൽ രംഗത്ത് വന്നത്. ഇവർ ഇവിടെ നിന്നും കാണാനില്ല, ഇവർ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ തരത്തിലും അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പലതരത്തിലുള്ള ഒരു ചർച്ചയിലേക്കാണ് ആ ചാനൽ കൊണ്ടുപോയത്. അതിനാണ് അവർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മകളെ തേടി അവർ കൊടിയ പീഡനമൊക്കെ അനുഭവിക്കേണ്ടി വന്നതാണ്. മകളെ അന്വേഷിച്ച് അന്നെത്തുമ്പോൾ 4 മാസത്തോളം അവർ കോമയിലായിരുന്നു. അവരെ ആക്രമിച്ച്, ഒരു ഡി ഗ്യാങ്ങിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ച് 4 മാസം കോമയിൽ കിടന്ന ഒരു അമ്മയാണത്. മാത്രമല്ല ഈ കേസിൽ വളരെ നിർണായകമാണ് ഈ ഒരു സാക്ഷി. ഇവർ പരാതിക്കാരിയാണ്. ധർമ്മസ്ഥല പോലീസ് ഇവർ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. അത് 23 വർഷത്തിന് ശേഷമാണ് ഇവരുടെ പരാതി പോലും സ്വീകരിക്കുന്നത്. ആ അമ്മയുടെ പരാതി, അമ്മയുടെ DNA അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൃതദേഹാവശങ്ങൾ ഏതെങ്കിലും ഈ അനന്യ ഭട്ടിന്റെ മൃതദേഹം ഉണ്ടോ എന്നതാണ് ഇവർ തേടുന്നത്. അവരെക്കുറിച്ചാണ് ഇത്തരത്തിൽ മോശമായ ഒരു പ്രചരണം നടത്തുന്നത്. മാത്രമല്ല SITയുടെ അന്വേഷണം അവസാനിച്ചു എന്ന രീതിയിലൊക്കെ വലിയ തോതിൽ വാർത്ത പ്രചരിക്കുന്നു. അതിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഇന്ന് 14-ാം പോയിന്റാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. 14-ാം പോയിന്റ് ഇത് പ്രത്യേകത ഉണ്ടാകുന്നത് ഈ ആക്ഷൻ കമ്മിറ്റിയും ഒപ്പം സാക്ഷിയും ആരോപിക്കുന്ന ഈ വ്യക്തി, ആ വ്യക്തിയുടെ എസ്റ്റേറ്റ് ആണ്. ആ എസ്റ്റേറ്റിലാണ് വളരെ അപ്രതീക്ഷിതമായി ഇന്ന് SIT പരിശോധന നടത്തുന്നത്. ഇപ്പോഴും പരിശോധന പുരോഗമിക്കുന്നു. പരിശോധന കൃത്യമായി നടത്തുന്നുണ്ട്. അതായത് JCB ഉപയോഗിച്ച് അവിടെ ഈ മണ്ണ് കളച്ചുള്ള പരിശോധന നടത്തുന്നത്. ഇവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. അത്തരത്തിൽ SITയുടെ അന്വേഷണം ഇപ്പോഴും വളരെ ഊർജിതമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം അമ്മമാർക്കെതിരെയുള്ള പ്രചരണം, ഒപ്പം SIT അന്വേഷണം അവസാനിച്ചു എന്ന രീതിയിലൊക്കെ പ്രചരണം നടക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ഇവർ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നേരത്തെയും വ്യാജ വാർത്ത നൽകിയതിന് കേസെടുത്തിരുന്നു എന്നും ബൈജു റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കെ എന്താണ് ഇങ്ങനെ തുടർച്ചയായിട്ട് അത്തരം അപകീർത്തിപ്പെടുന്ന തരത്തിൽ വാർത്തകൾ നൽകുന്നത്? പ്രത്യേകിച്ചും ഒരു അമ്മയുടെ ആവശ്യമാണ്. അതിൽ വ്യാജവാർത്തയും അപകീർത്തിപ്പെടുത്തലും ഒക്കെ ഏത് സാഹചര്യത്തിലാണ്?
എൽദോ, ഇതിൽ ആരോപണ വിധേയരായ വ്യക്തികളെ സംരക്ഷിക്കുക അതായിരിക്കാം ഒരുപക്ഷെ ഇതിന് പിന്നിലുള്ളത്. കാരണം SIT അന്വേഷണം അവസാനിച്ചു എന്ന നേരത്തിൽ കേരളത്തിലെ ചാനൽ ഉൾപ്പെടെ ഇതേ ചാനലിന്റെ തന്നെ സഹോദര ചാനലും കഴിഞ്ഞ ദിവസം വാർത്ത നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. SIT അന്വേഷണം ഒരു തരത്തിലും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം വൃത്തം പറയുന്നുണ്ട്. അന്വേഷണം കൂടുതൽ ഇടങ്ങളിലേക്ക് പോകുന്നു. അതായത് മാർക്ക് ചെയ്യാത്ത ഇടങ്ങളിൽ പോലും പരിശോധന നടത്തുന്ന രീതിയിൽ SIT ഊർജിതമായ അന്വേഷണം നടക്കുമ്പോഴാണ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഉന്നതരായ വ്യക്തികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നായിരിക്കും ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം ഇത്തരത്തിൽ വാർത്തകൾ നൽകിയിരുന്നു. മൃതദേഹ ആവശ്യങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല, അത്തരത്തിലൊക്കെ വാർത്ത ലഭിച്ചിരുന്നു. 6 പോയിന്റിൽ കൃത്യമായ ഒരു മനുഷ്യന്റെ പൂർണ്ണ അസ്ഥികൂടം ലഭിച്ചിട്ടുണ്ട്. 11A നിന്നും ഒരുപാട് മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ SIT നടത്തുന്ന അന്വേഷണം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അനന്യ ഭട്ടിന്റെ മൃതദേഹം ഇയാൾ ഓർത്ത് അത് കുഴിച്ചിട്ട സ്ഥലം, ആ സ്ഥലങ്ങളാണ് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗതി തന്നെ മാറും. കാരണം അതിൽ DNA ഇപ്പോൾ സംസാരിച്ച സുജാത ഭട്ടിന്റെ DNA അവിടെ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ പരാതിയുണ്ട്. ഇത്തരത്തിൽ ഈ MBBS വിദ്യാർത്ഥിനിയായിരുന്നു ഇവർ മണിപ്പാലിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഈ ധർമ്മസ്ഥലയിൽ ഈ സുഹൃത്തുക്കൾക്കൊപ്പം വന്നതാണ്. ആ സമയത്താണ് ഇവരെ കാണാതാവുന്നത്. അതിനുശേഷം അമ്മ ഈ മകളെ അന്വേഷിച്ചപ്പോൾ വലിയ തോതിൽ അക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കേസിൽ അതിനുശേഷം ഈ അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ധർമ്മസ്ഥലയിൽ തന്നെ ഉണ്ടായിരുന്നു. മകളെ നേരത്തെ ആ വാക്കുകളിൽ അതായിരുന്നു പറഞ്ഞത്, അവസാനമായി ഹിന്ദു ആചാരപ്രകാരമുള്ള കർമ്മം ചെയ്യാൻ മകളുടെ അസ്ഥിയെങ്കിലും എനിക്ക് തരൂ എന്നാണ് ആ അമ്മ ഇപ്പോഴും വിലപിക്കുന്നത്. ആ അമ്മ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു പക്ഷേ SIT പ്രധാനമായും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന നിർദ്ദേശം അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയാണ്. അതാണ് SIT ലക്ഷ്യം കണ്ട് അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പരിശോധന നടക്കുന്നത്. കൃത്യമായി ഈ രൂപസാദൃശ്യമൊക്കെ ഈ അമ്മ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് ശുചീകരണ തൊഴിലാളി ഓർത്തെടുക്കുന്ന സ്ഥലങ്ങളാണ് പ്രധാനമായും ഈ അനന്യ ഭട്ടിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള ഒരു തെരച്ചിൽ നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഗതി തന്നെ മാറാവുന്ന ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്ന തെളിവുള്ള ഒരു കേസാണത്. ആ കേസ് അട്ടിമറിക്കാനായിരിക്കും, ആ അമ്മയെ അത്തരത്തിൽ നിരുത്സാഹപ്പെടുത്താനായിരിക്കും ഇത്തരം വാർത്തകൾ വരുന്നതെന്ന് കരുതുന്നു. അതിന് കൃത്യമായി അവർ മറുപടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ദയവുചെയ്ത് അത്തരത്തിലുള്ള വാർത്തകൾ നൽകരുത്, എനിക്ക് എന്റെ മകളുടെ ഒരു അസ്ഥിയെങ്കിലും തരൂ എന്നാണ് അവർ ആവർത്തിച്ച് ആ ബൈറ്റിൽ പറയുന്നുണ്ടായത്. എന്തായാലും 14-ാം പോയിന്റ് ഇപ്പോൾ വലിയ തോതിൽ പരിശോധന നടക്കുന്നു. 11:30 കൂടിയാണ് ശുചീകരണ തൊഴിലാളിമത്ത് SIT സംഘം എത്തുന്നതും ഇന്ന് പരിശോധന നടത്തുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിൽ SIT അവസാനിച്ചു എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത്. അത് അങ്ങനെയല്ല, കൃത്യമായി പരിശോധന നടത്തുന്നു. മാർക്ക് ചെയ്യാത്ത കൂടുതൽ ഇടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. 13-ാം പോയിന്റ് ആയിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അവിടെ 8 മൃതദേഹം, അതായത് കേരളീയ വേഷത്തിൽ ഉൾപ്പെടെ ഉള്ള കുട്ടി, അതോടൊപ്പം 2 പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഉൾപ്പെടെ 8 പേരെ കുറിച്ചിട്ടുന്ന ഈ സാക്ഷിമൊഴി നൽകിയ സ്ഥലം. ആ സ്ഥലത്ത് പക്ഷേ പരിശോധനയിൽ കാര്യമായ തെളിവുകൾ ലഭിച്ചില്ല. കാരണം അത് നേത്രാവതി പുഴയോട് ചേർന്നുള്ള, അതായത് ഒരു മിനി ഡാമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. 20 അടിയിലധികം മണ്ണ് അവിടെ ഉയരത്തിൽ റോഡിന് വന്നിട്ടുണ്ട്. അത് വലിയ തെളിവുകൾ അവിടെ ലഭിച്ചില്ല. അതാണ് SIT അവിടുത്തെ പരിശോധന 2 ദിവസമായിരുന്നു നടത്തിയത്, തുടർച്ചയായ 2 ദിവസം. മറ്റ് നേരത്തെ 1 മുതൽ 12 വരെ പോയിന്റ് എല്ലാം ഒരു ദിവസം 2 വീതം ഇത്തരത്തിലുള്ള പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണമെങ്കിൽ ഇവിടെ 2 ദിവസം വലിയ തോതിൽ തെരച്ചിൽ നടത്തി. പക്ഷേ തെളിവിൽ ലഭിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 14-ാം പോയിന്റ് അത്തരത്തിലല്ല, ഒരു എസ്റ്റേറ്റ് ആണ്, കവുങ്ങിൻ തോട്ടമാണ്. ആ തോട്ടത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇന്ന് 13-ാം പോയിന്റിൽ പരിശോധന നടത്തുമെന്നായിരുന്നു അറിയിപ്പ്. വളരെ അപ്രതീക്ഷിതമായിരുന്നു രാവിലെ നേരെ സംഘം ഈ ഒരു 14-ാം പോയിന്റിലേക്ക് പോയത്. ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തറിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന കൃത്യമായ ബോധ്യം ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് പുറത്ത് അറിയിക്കാതെ വളരെ നാടകീയമായ രീതിയിൽ ഇന്ന് രാവിലെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. നേരത്തെ ഈ ക്ഷേത്രഭൂമിയിൽ ബാഹുബലി ഹിൽസിൽ ഇതേ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ആരോപണം ഉയർന്നിരുന്നു. അവിടെ 2 മൃതദേഹങ്ങളാണ് കുഴിച്ചിട്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയത്. അവിടെ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു 3 മാസം മുൻപ് അവിടെ വലിയ തോതിൽ 10 അടിയിൽ ഉയരത്തിൽ മണ്ണും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളും ഇട്ട് ആ പ്രദേശത്തിലെ തെളിവ് നശിപ്പിച്ചു. അതാണ് ഈ അഭിഭാഷകർ ഗുരുതരമായി ഉന്നയിച്ച ഒരു ആരോപണം. അത്തരത്തിൽ തെളിവ് നശിപ്പിക്കാനുള്ള വലിയ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. പക്ഷെ അതെല്ലാം മറികടന്ന് ഈ കുഴിച്ചെടുക്കുന്നതിലും വലിയ പ്രതിസന്ധി ഉണ്ട്. അതെല്ലാം മറികടന്ന് SIT മുന്നോട്ട് പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ തെരച്ചിൽ. എന്തായാലും വളരെ നിർണായകമായ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. 5:30 വരെയാണ് ഈ തെരച്ചിൽ നടക്കുക. ഏതായാലും വളരെ വൈകാതെ തന്നെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കാനുള്ള ഒരു തീരുമാനം SIT എടുത്തിട്ടുണ്ട്. അതിനുള്ള മഹസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. കാരണം കോടതിയിൽ ഇത്തരത്തിൽ 19-ാം തീയതിയാണ്, ജൂലൈ 19-നാണ് SIT രൂപീകരിക്കുന്നത്. കോടതി വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി, ഇതുവരെ ലഭിച്ച മൃതദേഹാവശങ്ങളുടെ വിവരങ്ങൾ, അത്തരം വിവരങ്ങൾ വളരെ രഹസ്യ സ്വഭാവത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതൊന്നും പുറത്തു വന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾ കോടതി അറിയിച്ച് ഇനി കോടതി എന്താണോ നിർദ്ദേശം നൽകുന്നത്, ഇതിൽ 70 ഇടങ്ങളിലാണ് ഇനി പരിശോധന
പരിശോധന നടത്തണമെന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞിട്ടുള്ളത്. അതായത് 70 ഇടങ്ങളിലായി 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ 13 പോയിന്റ് മാർക്ക് ചെയ്തു. ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയ 4 പോയിന്റ് മാർക്ക് ചെയ്യാത്ത ഇടങ്ങളിൽ ഇപ്പോൾ പരിശോധന കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഇടങ്ങൾ പരിശോധിക്കാനുണ്ട്. അത് കോടതി എന്ത് നിർദ്ദേശമാണ് നൽകുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് SIT തീരുമാനിച്ചത്. ഏതെങ്കിലും രീതിയിൽ SITക്ക് ഈ അന്വേഷണത്തിന് ഒരു തടസ്സവുമില്ല. സർക്കാർ പൂർണ്ണ പിന്തുണയാണ് ഇതിന് നൽകുന്നത്. അതാണ് GPR സംവിധാനം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥലയിൽ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ മണ്ണിൽ ഒഴിച്ചു മൂടപ്പെട്ട രഹസ്യങ്ങൾ അത് പുറത്തു വരണമെന്ന് കോൺഗ്രസ് സർക്കാർ, അതായത് സിദ്ധരാമയ്യ സർക്കാർ കൃത്യമായി ആ ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം RSSന്റെ കൂടി പിന്തുണ ഇപ്പോൾ ഈ ഒരു അന്വേഷണ സംഘത്തിനും കോൺഗ്രസിനും ഉണ്ടെന്ന് അവർ വ്യക്തമാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. കാരണം ഒരുപാട് ദുരൂഹതകളുണ്ട്, ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരുണ്ട്, ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട്. എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇന്ന് ഒരാളെ പത്മാവതി എന്ന് പറയുന്ന ഒരു യുവതിയെ 21 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഒരു പരാതി ഇന്ന് SITക്ക് മുന്നിൽ വന്നിരിക്കുന്നു. അവർ ഒരു അങ്കണവാടി ടീച്ചറാണ്. ഈ അങ്കണവാടിയിലേക്ക് പോയ സമയത്താണ് ഇവരെ കാണാതായതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അവരെ അന്വേഷിച്ചു പോയപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നത്. SITക്ക് മുന്നിൽ വന്ന ഏറ്റവും പുതിയൊരു പരാതിയാണിത്. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇപ്പോൾ ധൈര്യസമേതം പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ധർമ്മസ്ഥലയിലുണ്ട്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഇതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ പിടികൂടണം. അത് തന്നെയാണ് SIT തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഇത് താമസം ഇനിയും സമയമെടുത്തേക്കാം. അന്വേഷണം അത്രത്തോളം ശാസ്ത്രീയമായ രീതിയിൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു 30 വർഷത്തിനകത്ത് നടന്നതാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്ന ഈ കാര്യങ്ങൾ. അതിനുശേഷവും ഇവിടെ പലവിധ കൊലപാതകങ്ങളും ഇത്തരം സംഭവങ്ങളും നടന്നിട്ടുണ്ടെന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇത്തരത്തിലുണ്ട്. ഒരുപാട് ആളുകൾ അത്തരത്തിൽ സംസാരിക്കുന്നുണ്ട്. പുതിയ സാക്ഷികൾ രംഗത്ത് വരുന്നുണ്ട്. ഈ ശുചീകരണ തൊഴിലാളി തന്നെ മൃതദേഹങ്ങൾ കുഴിച്ചെടുത്തത് കണ്ടു എന്ന് പറഞ്ഞ 6ഓളം പ്രദേശവാസികൾ ധൈര്യസമേതം ഇപ്പോൾ SITക്ക് മുന്നിലെത്തിയ സാഹചര്യം ഒക്കെ ഉണ്ട്. അങ്ങനെ വലിയ തോതിൽ ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ ഇതിന്റെ കൃത്യമായ സത്യാവസ്ഥ, ഇതിൽ ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം പുറത്തു വരണമെന്ന് തന്നെയാണ് കർണാടക സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എന്ത് എതിർപ്പുണ്ടായാലും അതിലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SITക്ക് അവർ നിർദ്ദേശം നൽകിയിരിക്കുന്നതും. ഇതിൽ DGP ആണ് ഇതിന്റെ ഈ സംഘത്തിന്റെ തലവൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയൊക്കെ വിലയിരുത്തി. ഇതുവരെയുള്ള അന്വേഷണത്തിൽ അദ്ദേഹം പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചു. DIG അനുച്ഛേദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ മണ്ണ് കുഴിച്ചുള്ള പരിശോധനക്കൊക്കെ നേതൃത്വം നൽകുന്നത്. എന്തായാലും ഇപ്പോൾ ഉള്ള ഒരു തീരുമാനം, ഇന്നത്തെ പരിശോധനയിൽ എന്തെങ്കിലും നിർണായകമായ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അത് ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഈ സാക്ഷിയുടെ ഈ മൊഴി അത് ബലപ്പെടുത്തുന്നതായിരിക്കും, കൂടുതൽ ബലപ്പെടുത്തുന്നതായിരിക്കും. അത്തരം തെളിവുകൾ കൂടി ഉൾപ്പെടുത്തി കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ കോടതിയിൽ നിന്നും ഒരു കൃത്യമായ നിർദ്ദേശം ഉണ്ടാകൂ. വലിയ തോതിലുള്ള അന്വേഷണം അത് ഈ GPR സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയാൽ മാത്രമേ കൂടുതൽ തെളിവുകൾ ലഭിക്കൂ എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി. കാരണം ഇതെല്ലാം പുഴയുടെ ചേർന്നും റോഡിന് ചേർന്നും ഒക്കെ പല സ്ഥലങ്ങളിലായാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നത്. വനമേഖലയോട് ചേർന്നുമുണ്ട്. അത്തരത്തിൽ പല നിർമ്മിതികളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ പ്രതിസന്ധിയാണ് ഈ ഒരു അന്വേഷണത്തിന്. കാരണം വളരെ പരിമിതിയുണ്ട് ഇപ്പോൾ ഈ അന്വേഷണത്തിന്. ഒരു ചെറിയ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന സമയത്ത് ഇതിൽ തെളിവ് നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. വളരെ സൂക്ഷ്മതയോടു കൂടിയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. എന്തായാലും SITയുടെ അന്വേഷണത്തിൽ ആക്ഷൻ കമ്മിറ്റിക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. തെളിവുകൾ കൂടുതൽ പുറത്തു വരുമെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം കൃത്യമായി സാക്ഷി ഓരോ സ്ഥലങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. ഓരോ ദിവസവും പുതിയ ഇടങ്ങൾ ഇവർക്ക് കാട്ടിക്കൊടുക്കുന്നു. ആ കൃത്യമായി ഈ ശുചീകരണ തൊഴിലാളി കാട്ടിക്കൊടുക്കുന്ന സ്ഥലം SIT പരിശോധിക്കുന്ന ഒരു രീതി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയം പോലും ആ കാര്യത്തിൽ SIT സംഘത്തിനുള്ള വളരെ പ്രമുഖരായ ഉന്നതരായ ഈ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ് SIT സംഘത്തിൽ ഇല്ലത് കൂടി ഓർക്കണം. കർണാടകയിൽ നിരവധി ഇത്തരത്തിലുള്ള ക്രൈം കേസുകൾ ഇത്തരത്തിൽ കണ്ടെത്തിയ ആളുകളാണ് ഈ സംഘത്തിലുള്ളത്. 20 പേരടങ്ങുന്ന പ്രത്യേക സംഘമാണ്. ഈ DGP ആയാലും അദ്ദേഹം ഒരുപാട് BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലൊക്കെ വർക്ക് ചെയ്ത, അതിർത്തിയിലൊക്കെ വർക്ക് ചെയ്ത വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം തന്നെ ഇതിലൊരു അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്ന ആക്ഷൻ കമ്മിറ്റി ആയിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ നിർണായകമായ നീക്കം നടക്കുന്നത് 14-ാം പോയിന്റ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ 14-ാം പോയിന്റിലെ പരിശോധന അതെന്നുണ്ടാകുമെന്ന്. ഇന്ന് അപ്രതീക്ഷിതമായി ആ 14-ാം പോയിന്റിലേക്ക് SIT സംഘം കടന്നിരിക്കുന്നു. അതായത് ആരോപണ വിധേയരായ, പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റി സാക്ഷിയും ആരോപണ വിധേയരായ ആ വ്യക്തിയുടെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇവിടെ നിന്നും എന്ത് തെളിവ് ലഭിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. അത് തന്നെയാണ് SIT ലക്ഷ്യമിടുന്നത്. എന്തായാലും അത്തരം നടപടികളുമായി SIT പോകുന്നു. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
SIT സംഘം ഇപ്പോൾ ഒരു 14ാമത്തെ പോയിന്റിൽ നിർണായകമായിട്ട് പരിശോധന നടത്തുന്നു. ആ പരിശോധനയിലും കൂടുതൽ വിവരങ്ങൾ, തെളിവുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ബൈജു സൂചിപ്പിച്ചതുപോലെ മറ്റ് പല മാധ്യമങ്ങളും പറയുന്നു അവിടെ ഒന്നും കണ്ടെത്തിയില്ല. അങ്ങനെയൊന്നുമല്ല, അവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ SITക്ക് ലഭിക്കുന്നുണ്ട്. നിർണായകമായിട്ടുള്ള ചുവടുവെപ്പുകളുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് വാസ്തവമെന്നും ബൈജു ഉറപ്പിച്ച് പറയുന്നു. നമുക്ക് തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.